ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പട്ടറേത്ത് അപ്പൻ സ്മാരക വായനശാല, യങ് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംയുക്തമായി ഓണോത്സവം 2024ന്റെ ഭാഗമായി പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇത് രണ്ടാം തവണയാണ് വായനശാലയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിന് മുന്നോടിയായി കുട്ടികളുടെ ജെൻഡർ ന്യൂട്രൽ ഫുട്ബോൾ പ്രദർശന മത്സരവും സംഘടിപ്പിച്ചു. ടൂർണമെന്റ് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കായിക പ്രേമികൾ ഏറെയുള്ള കാവിൻമൂല പ്രദേശത്ത് ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, ബാഴ്സലോണ, റിയൽ മാഡ്രിഡ് എന്നീ ക്ലബ്ബുകളുടെ നാമധേയം സ്വീകരിച്ചുകൊണ്ട് പ്രായഭേദമന്യേ പ്രദേശത്തെ ആൾക്കാർ അണിനിരന്നുകൊണ്ട് 4 ടീമുകളായാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ലിവർപൂൾ വിജയികളും റിയൽ മാഡ്രിഡ് റണ്ണേഴ്സുമായി. ടൂർണമെന്റിലെ മികച്ച താരം വിഷ്ണു, മികച്ച ഗോൾ കീപ്പർ വിക്കി. നമ്മുടെ ഒരു പ്രദേശത്തെ മുഴുവൻ യുവാക്കളും അണിനിരക്കുന്ന ഒരു ഫുട്ബോൾ മത്സരമാണ്. 4 ടീമായി. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രദർശന മത്സരം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തു. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള PK വിജയനാണ്. PK വിജയൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ വായനശാല, അതിൻ്റെ ഭാരവാഹികളെ, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ലോകത്തെങ്ങുമുള്ള മനുഷ്യനെ യോജിപ്പിക്കുന്നതാണ് കാൽപന്ത് കളി എന്ന് നമുക്കെല്ലാം അറിയാം. ഇന്നിപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികൾ ലോകത്തെവിടെയും നടക്കുന്ന കളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ പോലെയല്ല ഇപ്പോഴും. ലോകമാകെ തുറന്ന ഒരു പുസ്തകം പോലെ ആയതുകൊണ്ട് എവിടെയും നടക്കുന്ന ഫുട്ബോൾ നമുക്ക് കാണാനും അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള കളി കാണാനും അവസരമുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ലോക ഫുട്ബോൾ ഉൾപ്പെടെ മറ്റ് കോപ്പ അമേരിക്ക ആയാൽ ഇങ്ങനെ ലോകതലത്തിൽ നടക്കുന്ന എല്ലാ ഫുട്ബോൾ കളിയും കണ്ട് കളിയുടെ ആ ഒരു ആനന്ദം ഉണ്ടല്ലോ, അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കഴിയും. നമുക്കിങ്ങനെ മാത്രം പോരാ, നമുക്ക് നമ്മുടെ ഭരണാധികാരികളോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്പോർട്സ് അക്കാദമി ഉൾപ്പെടെ സ്ഥിരം പരിശീലനം ഉൾപ്പെടെ നമുക്കിനി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം.